പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിന്റെ 1-ാമത്തെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. സഭാപ്രസംഗി പറയുന്നു, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. മോഷണങ്ങളും അതിക്രമങ്ങളും പെരുകി വരുന്നതിനൊപ്പം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്നതിനാൽ വീടുകൾക്കും പുരയിടങ്ങൾക്കും ചുറ്റും മതിലുകളും ശക്തമായ വേലികളും മനുഷ്യർ കെട്ടിക്കൊണ്ടിരിക്കുന്നു. മതിലുകൾ കെട്ടിയാൽ ഒരു പരിധിവരെ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും ചെറുത്തു നിൽക്കുവാൻ കഴിയും. മതിലില്ലാത്ത പട്ടണത്തിൽ ശത്രുക്കൾ പ്രവേശിക്കുകയും അവരെ കൊള്ളയിട്ട് നിർമൂലമാക്കുകയും ചെയ്യും. ശൗൽ ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്മാരോട് കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും പ്രവചിക്കുകയും ചെയ്തവനായിരുന്നു. പ്രാർത്ഥനയുടെയും ദൈവകൃപയുടെയും മതിൽ പൊളിഞ്ഞപ്പോൾ തന്നിൽ ദുരാത്മാവ് പ്രവേശിക്കുകയും ചെയ്തു. രാജ്യം യുദ്ധത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജാവും സൈന്യത്തോടുകൂടെ യുദ്ധം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ദൈവസന്നിധി തൻ്റെ ജനത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യേണ്ടവനാണ്. എന്നാൽ ദാവീദ് പ്രാർത്ഥനയുടെ മതിലുകളെ പൊളിച്ചു കളഞ്ഞ് ഊരിയാവിന്റെ ഭാര്യ കുളിക്കുന്നത് ആസ്വദിച്ചു കൊണ്ടിരുന്നു. ദൈവം ശത്രുവിനെ പോലെ ഇടപെടുമോ? തന്റെ ജനത്തിന്റെ പാപവും മാനസാന്തരമില്ലാത്ത ജീവിതവും നിമിത്തം സ്വന്തം ജനത്തിന് ദൈവം ശത്രുവായി തീർന്ന അനവധി സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ആനന്ദത്തിന്റെയും സംരക്ഷണത്തിന്റെയും നന്മയുടെയും സുരക്ഷിതത്വത്തിന്റെയും മതിലുകൾ കെട്ടി ദൈവം തന്നെ അവരുടെ ദുഷ്ടത നിമിത്തം താൻ കെട്ടിയ മതിലുകൾ തകർത്തു കളയുവാനിടയായി. ദൈവം ഒരുവന്റെ മതിൽ ഇടിക്കുവാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഏതൊരു മനുഷ്യനും അതിനെ വീണ്ടും പണിയുവാൻ കഴിയുകയില്ല എന്ന മുന്നറിയിപ്പും കൂടെ ദൈവവചനം തരുന്നുണ്ട്. ഇയ്യോബ് പറയുന്നു, അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചുവിടുകയില്ല. മറ്റുള്ളവരുടെ പിഴവുകളെ ഹൃദയപൂർവ്വം ക്ഷമിക്കണം എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ ഹൃദയത്തിൽ പകവെച്ചുകൊണ്ട് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ മതിൽ തകർക്കുകയും അതിനുള്ളിൽ തീ അയക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും കൂടി ദൈവം തരുന്നു. ജീവിത വിശുദ്ധിയുടെ തങ്ങളുടെ മതിലുകൾ പണിയുന്ന ചുരുക്കം പേരുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും യാതൊരു പ്രമാണവും ഇല്ലാതെ ജീവിക്കുകയും വേർപാടിന്റെയും വിശുദ്ധിയുടെയും ആത്മീയ സത്യത്തിന്റെ മതിലുകൾ തകർത്തു മുന്നേറുന്നവരാണ്. അങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ മതിലുകൾ തകർക്കുന്നതിനൊപ്പം അനേകരുടെ മതിലുകളും ഈ കൂട്ടർ തകർത്തുകൊണ്ടിരിക്കുന്നു. തകർക്കുവാൻ കാരണമായി തീരുന്നു. നല്ല ഫലം കായ്ക്കഴിഞ്ഞാൽ മതിലുകൾ ദൈവം പൊളിച്ചു കളയുവാനിടയാകും. പ്രിയ ദൈവവേദനയെ, നാം പണിയേണ്ട മതിലുകൾ നാം പണിത് കഴിയുമ്പോൾ തൻ്റെ ജനത്തിന്റെ സുരക്ഷത്തിനായി ദൈവവും ചില മതിലുകൾ പണിയുവാനിടയാകും. രക്ഷിക്കപ്പെട്ട് ഓരോ വിശ്വാസിയും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം എന്നാണ് വചനം പറയുന്നത്. പ്രാർത്ഥനയും മധ്യസ്ഥതയും ഉപവാസവും എന്ന മതിൽ നാം കെട്ടുമ്പോൾ തന്നെ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവവും ചില നന്മയുടെ മതിലുകളെ, സുരക്ഷിതത്വത്തിന്റെ മതിലുകളെ, ഉയർച്ചയുടെ മതിലുകളെ, മാന്യതയുടെ മതിലുകളെ ദൈവവും പണിതെടുക്കുവാനിടയാകും. ദൈവം അവരെ ആലയത്തിലും മതിലുകളിലും കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ആകയാൽ നാം ഈ ലോകപ്രകാരമുള്ള ആലോചനകൾക്ക് മതിലുകൾ കെട്ടാതെ ദൈവത്തിന്റെ വചനപ്രകാരം നാം പ്രാർത്ഥനയോട് മതിലുകൾ നമുക്ക് പണിയുവാനിടയാകട്ടെ. ഈ പ്രഭാതം വിശുദ്ധിയുടെയും വേർപാടിന്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയുടെയും മതിലുകൾ തകർത്ത അനേക പ്രിയപ്പെട്ടവർ പാപമെന്ന പാമ്പിന്റെ കടിയേറ്റ് അനേകർ ആത്മീയ മരണം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എതിരായി കുഴി കുഴിച്ച് അനേകരും അതേ കുഴിയിൽ തന്നെ വീണുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഇന്ന് പകൽക്കാലം നമുക്കായി ഒരു മതിൽ സ്വർഗം പണിയുന്നുണ്ട്. ഒരിക്കലും കരകയറുവാൻ കഴിയാത്ത ലോകമെന്ന പാപത്തിന്റെ കുഴിയിൽ വീണുകിടക്കുന്ന അനേകർക്ക് വേണ്ടി ഈ പ്രഭാതം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ മതിലുകളെ നമുക്ക് ഒരിക്കൽ കൂടെ പണിതെടുക്കാം. ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുവാൻ ഇടവരാതെ ദൈവസന്നിധി നമുക്ക് മതിലുകളെ പണിത് നിലനിൽക്കുവാൻ ദൈവകൃപ ഈ പ്രഭാതം നൽകട്ടെ എന്ന്
ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കുഴി കുഴിക്കുന്നവൻ കുഴിയിൽ വീഴുമ്പോൾ, മതിൽ പൊളിക്കുന്നവനെ പാപം ഇടിക്കുമ്പോൾ, പാപമെന്ന പാപം ഇടിക്കുമ്പോൾ, ദുഷ്ടതയേറിയ പാപത്തിന്റെ കുഴിയിൽ വീണു പോകുമ്പോൾ, നാശകരമായ കുഴികളിൽ കിടന്ന് സ്തോത്രം ഹല്ലേലൂയ ഒരിക്കലും കരകയറുകയില്ല എന്ന് പറഞ്ഞാൽ ചേറ്റിൽ കിടന്ന നമ്മെ സ്തോത്രം ദൈവത്തിന്റെ കൃപയും കരുണയുമായി നമ്മെ വേർതിരിച്ചല്ലോ. ഈ പ്രഭാതം നമുക്ക് ചുറ്റുമുള്ള ദൈവിക മതിലിനകത്ത് ഒരു സംരക്ഷണം നമുക്കുണ്ട്. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവം, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൂരത്തും ചാരത്തും രാജ്യത്തിനകത്തും പുറത്തുമായിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവേ ഞങ്ങൾ ഓരോ ദിനവും ദിവസം ഞങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ രോഗികളായി അനേകർ ഭാരപ്പെടുന്നു കർത്താവേ. ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നു, ഭവനമില്ലാതെ ഭാരപ്പെടുന്നു, തലമുറയില്ലാതെ ഭാരപ്പെടുന്നു. തലമുറകളെ ഓർത്ത് കരയുന്നവർ, അവരുടെ മാനസാന്തരത്തെ ഓർത്ത് കരയുന്നവർ കർത്താവേ സ്തോത്രം ഇല്ലിലെ ബാധ്യതകളുടെ നടുവിൽ ഭയത്തോടുകൂടെ ഞരങ്ങുന്നവരുണ്ട്. കടഭാരങ്ങളിൽ സാമ്പത്തിക ഞെരുക്കങ്ങളിലൊക്കെ സ്തോത്രം കർത്താവ് ഈ നാളുകളിൽ ദൈവം ഒരു സംരക്ഷണ മതിലുകളെ തൻ്റെ ജനത്തിനു വേണ്ടി പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ദാസിദാസന്മാരിൽ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. സകലവിധ നന്മകളാൽ നിറയ്ക്കും പകച്ചുമൻ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവ്. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം ഈ പ്രഭാതം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.